ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ. ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ് വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, ആക്ച്വലി നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ലാവിസ് ഡിസൈൻസ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ 2020 സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. ഷോറൂം ഇരിക്കെ തന്നെ നമ്മൾ ആ ഒരു കോവിഡും ആ ഒരു പാൻഡമിക് ടൈമിലൊക്കെ നമുക്ക് ആ ഒരു ഷോറൂമിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു ടൈമിൽ ഓൺലൈൻ ആ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് 2019 പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 2020 ജൂൺ 3 അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ജൂൺ 3 സ്റ്റാർട്ട് ചെയ്തത്. ചെറിയ ചെറിയ വീഡിയോസ് ആദ്യമൊക്കെ നമ്മളുടെ ഓൺലൈൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് പ്രോഡക്റ്റ് എന്താ പറയുക, ചെറിയ സിംഗിളായിട്ടുള്ളൊരു സെക്കൻഡ്സ് ഓഫ് വീഡിയോസ് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോഴും വിസിബിളായിട്ട് ഞാൻ വന്നിട്ടുണ്ടായില്ല, പ്രോഡക്റ്റ് മാത്രമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ ആ ഓൺലൈനിൽ നമുക്ക് ഫേസ് ചെയ്ത് സംസാരിക്കാനെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഇതിൽ നിന്ന് പിന്നെ കാലക്രമേണ ഒരു 1 ഇയർ, ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 ഇയർ എടുത്തു. കാരണം ക്യാമറയുടെ മുമ്പിൽ വന്ന് നിങ്ങളോട് പ്രോഡക്റ്റ്സൊക്കെ പ്രസൻറ്റ് ചെയ്ത് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഇത്രയും ഇയേഴ്സ് 2020 മുതൽ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന 2024 നമുക്ക് ഓൺലൈനിൽ എല്ലാ സ്ഥലത്തു നിന്നും, ശരിക്കും പറഞ്ഞാൽ ഹോൾ വേൾഡ് തന്നെ പറയാം, USA, എന്താ പറയുക, ഓസ്ട്രേലിയ, എല്ലാ സ്ഥലത്തു നിന്നും, കേരള പറയാൻ വേണ്ട, കേരള എല്ലാ സ്ഥലത്തു നിന്നും, ഈവൻ റൂറൽ ഏരിയാസും അത്രയും സിറ്റി ഏരിയാസ് എല്ലാ സ്ഥലത്തും നമുക്ക് അത്ര ഓർഡേഴ്സാണ്. എല്ലാ ഓർഡേഴ്സും അതുപോലെ തന്നെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹം എല്ലാ സ്ഥലത്തും നമുക്ക്, ഈവൻ നമ്മളെ ലാംഗ്വേജ് അറിയാത്ത ആൾക്കാരാണെങ്കിലും, ഈവൻ മലയാളീസ്, തമിഴ്, കർണാടക, ഹൈദരാബാദ്, പഞ്ചാബ്, അവിടെ നല്ല നമുക്ക് ഓർഡേഴ്സും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും സ്നേഹമൊക്കെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗ്രോത്താണ് ഞങ്ങളെ ഓൺലൈനിൽ ഇന്ന് ഇവിടെ എത്തിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എല്ലാവരും വിചാരിക്കേണ്ടത്, നമ്മൾ പൊതുവേ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ഒരു 6 months ആകുമ്പോൾ തന്നെ എല്ലാവരും വെബ്സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. കാരണം ഞങ്ങളും വെബ്സൈറ്റിനെ പറ്റി കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് നമുക്ക് വാട്സാപ്പിൽ ഒത്തിരി മെസ്സേജസ് വരും. അപ്പോൾ ആ മെസ്സേജിന് കറക്റ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ മെസ്സേജസ് ഇങ്ങനെ ബൾക്കായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ചിലപ്പം സപ്പോസ് നിങ്ങൾ ഇന്ന് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് ചിലപ്പോൾ 3 അല്ലെങ്കിൽ ഒരു 4 days ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ റിപ്ലൈ തരുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ അത്രയും പേഷ്യൻസായിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ, കാരണം നമ്മളെ ഡിജിറ്റൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന അവർ പറഞ്ഞു നിങ്ങൾ വെബ്സൈറ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞത്, കാരണം എൻ്റെ ആ ഒരു എന്താ പറയുക, തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ബുദ്ധിയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം വെബ്സൈറ്റ് വേണ്ട. അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പോൾ അത്രയും ഡിലേ വരില്ലേ, കസ്റ്റമേഴ്സ് കയ്യിൽ നിന്ന് പോകൂലേ, റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആയില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി വൈസ് ആണെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യും. ആ ഒറ്റ തീരുമാനമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ, കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ്, കാരണം പിന്നെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സായിട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് ഈ വാട്സപ്പ് ത്രൂ മാത്രമേ പറ്റൂ. നമ്മൾ വെബ്സൈറ്റ് ത്രൂ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ടെക്നിക്കൽ വൈസ് ആയിരിക്കും, ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു അപ്രോച്ചായിരിക്കും നമ്മളെ കസ്റ്റമർ. കാരണം അവരായിട്ട് നമ്മൾ മീൻസ് കമ്മ്യൂണിക്കേഷനൊന്നും വരുന്നില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യും, പ്രൊഡക്റ്റ് നോക്കും, എമൗണ്ട് പാസ് ചെയ്യും, മീൻസ് സെൻഡ് ചെയ്യും, പിന്നെ നമ്മൾ പ്രോഡക്റ്റ് അയക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ കുറച്ച് നമ്മൾ കാരണം നമ്മൾ ഓൺലൈൻ ചെയ്യുന്നത്, കാരണം ഓൺലൈനായിട്ട് കസ്റ്റമേഴ്സിന് എന്താണ് നീഡ്, കാര്യം എത്ര ദിവസം കൊണ്ട് അവർക്ക് കിട്ടണം നമ്മളെ പ്രോഡക്റ്റ്. കാരണം എനിക്ക് ഷോറൂം വൈസ് എൻ്റെ ഷോറൂമിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ടേസ്റ്റ്, അവരുടെ ആവശ്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഓൺലൈനിൽ തന്നെ നമുക്ക് അത്രയും എന്താ പറയുക, വൈഡ് ഏരിയയാണ്. അപ്പോൾ ആ വൈഡ് ഏരിയയിലുള്ള കാരണം എൻ്റെ ഏരിയ എന്ന് വെച്ചാൽ കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ സറൗണ്ടിങ്സ് ആ ഒരു എന്താ പറയുക ഏരിയയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, കർണാടക, തമിഴ്നാട് എല്ലാ സ്ഥലത്തുനിന്നും വളരെ അധികം കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനും പറ്റും, പിന്നെ അവരായിട്ടൊരു റിലേഷനൊക്കെ. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തത് ഈ ഒരു വെബ്സൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അത്യാവശ്യം എല്ലാവരുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ എനിക്ക് പേഴ്സണലി ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പഞ്ചാബിൽ നിന്നൊക്കെ എനിക്ക് ഗിഫ്റ്റ് അയച്ചിരുന്നു. കാരണം എല്ലാവരും ഗിഫ്റ്റ് അയക്കണം എന്നല്ല, പഞ്ചാബിൽ നിന്ന് അവിടെ നിന്നൊക്കെ എന്നോടുള്ള ആ ഒരു എന്താ പറയുക, ഒരു സ്നേഹം കൊണ്ട് അവർ അയച്ചു തരുന്ന ഗിഫ്റ്റും അവരുടെ കോൾസും എല്ലാം ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് അവരെല്ലാവരും എന്നെ കാണുന്നത്.
കണ്ണൂർ അവരെവിടെയെങ്കിലും വരുവാണെങ്കിൽ എൻ്റെ ഷോറൂമിലേക്ക് വരുന്നത്, അതൊക്കെ ഭയങ്കര ഞാൻ എന്താ പറയുക എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണ വീഡിയോ കാരണം ഇനി അങ്ങോട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, വിമൻ ഇതായി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇനിയിപ്പം വെച്ചാൽ ദൂരത്ത് US എന്നൊക്കെ ഉള്ളവർക്ക് നമുക്ക് അത്യാവശ്യം 24 hours ഇരിക്കാൻ പറ്റാറില്ല. ആഫ്റ്റർ 12 ആണ് നമുക്ക് US എന്നൊക്കെ മെസ്സേജസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇനി അത് അവർക്കും കൂടി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ആക്കാൻ വേണ്ടി ലാവിസ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുകയാണ്. www.lavisdesigns.com എന്ന പേരിലാണ് ഞങ്ങൾ ഇത് ഓപ്പൺ ആക്കിയിരിക്കുന്നത് വെബ്സൈറ്റ്. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ്, ഞങ്ങളുടെ വാല്യുബിൾ കസ്റ്റമേഴ്സിന് ലാവിസിൻ്റെ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്നുകൂടി പറയാം, www.lavisdesigns.com. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് വെബ്സൈറ്റ് ത്രൂവും കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒന്നുകൂടി താങ്ക്സ് പറയാണ്. വീണ്ടും നിങ്ങളുടെ എല്ലാ സ്നേഹവും സപ്പോർട്ടും വീണ്ടും ലാവിസിൻ്റെ ഒപ്പം ഉണ്ടാകണം. താങ്ക് യു.